സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ മലയായ ചൊക്രമുടി ഇടിച്ചു നിരത്തിയതിൽ ഗുരുതരമായ നിയമലംഘനം നടന്നുവെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. കയ്യേറ്റം നടന്നിരിക്കുന്നത് സർക്കാർ ഭൂമിയിലാണ്. ഉടമകളുടെ കൈവശമുള്ള പട്ടയം ഈ സ്ഥലത്തിന്റേതല്ലെന്ന് റവന്യൂ വകുപ്പ് വിലയിരുത്തുന്നു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. നാട്ടുകാർ പരാതി നൽകിയിട്ടും വില്ലേജ് ഓഫീസർ മുതൽ ജില്ലാ കളക്ടർ വരെയുള്ള ഉദ്യോഗസ്ഥർ ഇത് അവഗണിച്ചു. സ്റ്റോപ്പ് മെമ്മോ നിലനിൽക്കെ ഇവിടെ വീട് നിർമ്മിക്കാൻ കൈവശക്കാരനും ഭാര്യയ്ക്കും ഒരേ NOC നൽകിയതും റവന്യൂ വകുപ്പ് ഈ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തതിന് തെളിവാണെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. റവന്യൂ മന്ത്രി K. രാജനെ തന്നെയാണ് കോൺഗ്രസ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇവിടെ ഇങ്ങനെ ഒരു കയ്യേറ്റം നടത്തിയിട്ട് അതിന്റെ മുഴുവൻ നേട്ടങ്ങളും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കാൻ ആരാണ് മുൻകൈ എടുക്കുന്നത്? റവന്യൂ വകുപ്പ് മന്ത്രിയുടെ അനുവാദത്തോടെ നടന്നൊരു വലിയ കൊള്ളയാണ്. ഭൂമി തിരിച്ചു പിടിച്ചില്ലെങ്കിൽ പ്രത്യക്ഷ സമരം ആരംഭിക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കയ്യേറ്റത്തിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് റവന്യൂ മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. ബുധനാഴ്ചയാണ് ഈ സമയപരിധി അവസാനിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.